പിൻവാതിൽ നിയമനമില്ലാതെ പോലീസിൽ കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡിഗ്രി എടുത്ത് SI ടെസ്റ്റ് എഴുതി കയറണം അല്ലേ? അതെ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ പോലീസിൽ കയറിയ ഒരുത്തന്റെ കഥയാണെന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഇലയെ നൂത്തിട്ടിരുന്നോ വിളമ്പിത്തരാം. കേരളത്തിൽ ഇതുവരെ ആരും റിയാക്ട് ചെയ്യാത്ത സിനിമയാണ് നിങ്ങൾ ഇന്ന് ഈ ചാനലിലൂടെ കാണാൻ പോകുന്നത്. പടത്തിന്റെ പേര് അണ്ടി. ഇവിടെ ഇരുന്ന് വിളിച്ച വിളി അങ്ങ് എവറസ്റ്റിന്റെ മണ്ടയിലിരുന്ന് കേട്ട കഥാപാത്രം 2 കിലോ പച്ചക്കറിയും 2.5 കിലോ പച്ചക്കറിയും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് തന്നപ്പടിയെടുത്ത് കൊണയടിക്കുന്നതിലൂടെയാണ് പടം തുടങ്ങുന്നത്. എന്ന് വെച്ച് കായിടാതെ പുളിസാദം ഉണ്ടാക്കിയ സഭ്യ സദാചാരത്തോട് നമ്മൾ എന്ത് സമാധാനം പറയും? പോയി കുനിഞ്ഞിരിക്കാൻ പറ. ബേസിക്കലി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നല്ല പുള്ള ചമഞ്ഞു നിൽക്കുന്ന ഒരു മൊണ്ണേഷ് കുമാറാണ് തന്റെ ഈ കാണുന്ന നായക കഥാപാത്രം. അത്രയും നേരം നല്ല പുള്ള ചമഞ്ഞവന്റെ ട്രാൻസ്ഫോർമേഷൻ സീനാണ് നിങ്ങൾ ഈ ടെലിഫോൺ കാളിലൂടെ കാണാൻ പോകുന്നത്. പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാത്ത ഏതായാലും വാളിയെ അണ്ണനെ വെച്ച് ആപ്പിലാക്കാനുള്ള പദ്ധതിയാണ് ദേണ്ട ഇരിക്കുന്ന പോലീസുകാരെ നിന്ന് പെലമ്പിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നിൽക്കുന്നവനോട് എന്തിനാണ് മൈരിയെ ഫോണിലൂടെ മൂഞ്ചാ നിൽക്കുന്നത്? അങ്ങനെ അവനെ സാമ്പാറാക്കാൻ പോകുന്ന അണ്ണനും ടീമും മറ്റവന്റെ കൂട്ടത്തിലെ ഒരുത്തനെ കസേരയോട് എടുത്തെറിയണ ഒരു സീനുണ്ട്. കൊതം മൊത്തം മരപ്പശ ആയതുകൊണ്ടായിരിക്കും താഴെ വീഴുന്നവരെ കസേരയിൽ നിന്ന് അനങ്ങാത്തത്. നിങ്ങൾ ഈ കാണുന്നത് ഈ പടത്തിലെ നിക്കറിട്ട വില്ലന്റെ എൻട്രിയാണ്. കിക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങേര് നിക്കറിടുന്നതെന്നാണ് ഈ സിനിമയിലെ പറയുന്നത്. ഒരു പ്രത്യേകതരം മൈരൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സിനിമയിലെ നായിക കാണിക്കുന്ന ഒരു സീനുണ്ട്. ഉറക്കം എണീറ്റ് വരുന്ന പോമറേനെയും പാട്ടിയെ പോലെ. അങ്ങനെ എവള് കുളിക്കണ സമയത്ത് അവിടെ കണ്ടു പോയി വായും പൊളന്ന് നിന്ന അണ്ണന് വേറെ പല കാര്യങ്ങൾ കണ്ടപ്പോൾ അണ്ണന്റെ അമരയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊങ്ങിയെങ്കിലും ഇട്ടിരിക്കുന്ന വേഷം ഓർത്ത് പൊക്കിയതിനെ നൈസായിട്ട് അങ്ങ് താഴ്ത്തി കളഞ്ഞു. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. സഭ്യ സദാചാരത്തിന്റെ അങ്ങനെ കുറച്ചു നാൾ കറങ്ങി നടന്നിട്ട് സേട്ടന്റെ അണ്ണാക്കില് തേപ്പ് വാർത്ത് കോൺക്രീറ്റ് അടിച്ച് കൊടുത്തിട്ട് കേട്ടാ തള്ളിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞുള്ള സീനിൽ അണ്ണന്റെ മാമൻ നൈസായിട്ടൊന്ന് ഡെഡ് ആവും. അപ്പൊ അതിന്റെ വേരപ്പാണ് അണ്ണന്റെ അടുത്ത ടാസ്ക്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യവനെ തൂക്കണതാണ് വൻ കോമഡി. യവനും യവന്റെ വെപ്പണ്ടിമാരുമായിട്ട് ആളില്ലാ റോഡിലൂടെ 660 പൊളന്നുകൊണ്ട് വരുമ്പോ ഫ്രണ്ടിലെ ചെപ്പണ്ടിയുടെ ഉച്ചി വളക ഒരു കാർ പൊത്തിയിട്ട് കൊടുത്തിട്ട് പുറകെയുള്ള വെപ്പണ്ടിയുടെ കാർ JCB കൊണ്ട് കോരി ദൂരെ എറിയണത് കാണാം. എന്നാൽ നിങ്ങളൊന്ന് നോക്കിയാണ്ടേ ഈ ഡാപ്രോഡികൾ തള്ളിക്കൊണ്ട് വരുന്ന സമയത്ത് അവിടെ വല്ല മൈര ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി കളഞ്ഞല്ല. അങ്ങനെ ഇന്ത്യയിലെ മികച്ച തേപ്പിന് ശേഷം വാർപ്പ് പണിയുടെ PhD എടുക്കാൻ വേണ്ടി ദുബായിക്ക് പോകുന്ന ചേച്ചിക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം മൈരനാണ് ദേണ്ട ഈ കാണുന്ന കാവറക്കി. മരിച്ചുപോയി പാരലൽ വേൾഡിലുള്ള അമ്മയോട് ഇമാജിനറി കോൾ നടത്തുന്ന അൾട്രാ സൈക്കോ ഫുണ്ട. അങ്ങനെ ആ ഫുണ്ടയുടെ ഫ്യൂറിത്തരം കണ്ട് അണ്ണാക്ക് നിറഞ്ഞ ചേച്ചിക്ക് പണ്ട് തേപ്പ് പണി നടത്തിയ ലൊക്കേഷനും ആളെയൊക്കെ ഓർമ്മ വരുന്നു. അപ്പൊ നാട്ടിലെ അമ്പലത്തിൽ വാഹാച്ചിരുന്ന അണ്ണനെ പൊക്കാൻ പണ്ട് അണ്ണൻ തൂക്കിയ കുറെ അരിഞ്ചാത്തി വളിയന്മാരും അങ്ങോട്ട് വരുന്ന കണ്ട ശാസ്ത്രീയ അണ്ണൻ ഇടിയുള്ള സൗകര്യത്തിന് അമ്പലത്തിൽ നിന്നും വെളിയിലോട്ട് പോകുന്നു. എന്നിട്ടൊരു തൊലിഞ്ഞ ഫൈറ്റിന് ശേഷം അവനെയും പൊക്കിയത് ആ ഗോഡൌണിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ മൊത്തം അറിയുന്നു. കാര്യം ഇങ്ങനെ ഭയങ്കര വില്ലനാണെങ്കിലും ഇതാണ് ഈ സിനിമയിൽ ഇങ്ങേറ്റ തൊഴിൽ. നല്ല ഉറപ്പിന് നായിഡു സിമന്റ്. ഈതയുടെ കാര്യത്തിലും സിമന്റിന്റെ കാര്യത്തിലും നായിഡു സിമന്റ് തന്നെ വേണം. തിക്കും വിശ്വാസത്തിനും നായിഡു സിമന്റ്. അങ്ങനെ പിന്നീട് കുറെ ഫുണ്ടകളൊന്നും ശാസ്ത്രീയണ്ണനെ വീട്ടിൽ കയറി പേപ്പട്ടിയെ തല്ലുന്ന പോലെ എടുത്തിട്ട് ആലക്കി പ്ലീഞ്ഞ് ഏതാ ഗോഡൌണിലോ കൊണ്ടുവന്ന് കഴുത്ത് കണ്ടിക്കുന്നവരെ മാല കണ്ടിച്ചെറിഞ്ഞപ്പോ ഇത്രയും നേരം തല്ലും കൊണ്ട് കുശുവും വളിയും ഒരുമിച്ച് പോയ DJ എണ്ണം വന്നവന്മാരെ തിരിച്ചെടുത്തിട്ട് പണുന്നു. സാറിന്റെ പേരൊന്ന് പറ. സാറിന്റെ പേര് അണ്ടി തോടാ പായോളി. അങ്ങനെ നേരത്തെ പൊക്കിയവന്റെ അടുത്ത് നിന്ന് അവനും കുറെ അറിഞ്ഞിട്ട് അവന്റെ ചിരട്ടയെ തുളച്ചു വെച്ച് നേരെ ദുബായിലോട്ട് മറ്റേ സൈക്കോ ഫുണ്ടെ ഊക്കാൻ പോവുകയാണ് ശാസ്ത്രീയണ്ണൻ. ഒരുത്തിന് വട്ടാണെങ്കിൽ മറ്റൊരുത്തിന് വെട്ടുവാദമാണ്. എന്റെ അമ്മ മരിച്ചിട്ട് 20 വർഷമായി. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. മരിച്ചവരോട് ഇല്ലാത്ത ഫോണിൽ നമ്പർ കുത്തി വിളിക്കുന്ന ഈ കാട്ടവരാതി സൈക്കോ ഫുണ്ടച്ചി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിക്കറിട്ടാൽ കിക്ക് കിട്ടുന്ന കഴപ്പന്റെ ഒരേ ഒരു കഴുതവിത്താണ്. അതെ, അത് ഞാനാണ്, ഞാൻ തന്നെയാണ്. അങ്ങനെ ഈ രണ്ട് സാമാനങ്ങളും കൂടി നാട്ടിൽ വന്നിട്ട് പൈസയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറെ കടി കൂടിയിട്ട് ലാസ്റ്റ് ഈ സൈക്കോ ഫുണ്ടെ വെച്ച് തന്നെ സ്വന്തം തന്തയെ കൊല്ലിപ്പിക്കുന്നു. എന്റെ വാഴയും വെച്ചാ മതിയായിരുന്നു. അതോടുകൂടി തൊട്ടിയിൽ തൂറിയ തീട്ടം പോലത്തെ ഈ അപരാധത്തിന് കർട്ടനും വീഴുന്നു. ടൈം ആകെ ചുരുക്കത്തില് പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഊംബഹ ഊംബസ്യ ഊംബോഭ്യഹ അല്ലെങ്കിൽ മൂഞ്ചഹ മൂഞ്ചസ്യ മൂഞ്ചോഭ്യഹ. ഞങ്ങൾക്ക് TSP തന്നെ തുക തരുമോ അളിയ?